ചായ കുടിച്ചോ? അമ്മ ചായ കുടിക്കട്ടെ? വേണ്ടേ ചായക്ക് ഇച്ചിരി കടുപ്പം കുടിക്കും. അപ്പം അമ്മ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ ഗേറ്റ് ഇട്ടെന്ന്. അല്ലേ നമ്മുടെ വീട്ടിൽ ഗേറ്റ് കണ്ടോ? ഗേറ്റ് ഇട്ടിട്ടുണ്ടേ. അല്ല അപ്പോൾ നമ്മളെ വീട്ടിലെ ഗേറ്റൊക്കെ ഇട്ട് ഇനി പട്ടിയെ പേടിക്കണ്ട. മറ്റേത് ഭയങ്കര പട്ടി ശല്യമായിരുന്നു. പട്ടിയെ പേടിക്കണ്ട, ഗേറ്റൊക്കെ ഇട്ട്. അപ്പോഴിനി മതിലിനകത്ത് വെള്ള പെയിൻ്റ് അടിക്കണം. എന്നിട്ട് അമ്മ ചായ കുടിക്കും. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? ഇനി വേണം അടുക്കളയിൽ കയറാൻ. നമുക്ക് ചാള കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം അമ്മ. അപ്പോൾ ഇനി അമ്മ അടുക്കളയിൽ കയറുമ്പോൾ കാണിക്കാം. മക്കളെ അമ്മയ്ക്ക് ചാള മീൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ഇതാണ്ടേ. അപ്പോൾ നമ്മൾ ചാള കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാള നമ്മൾ രാവിലെ സിമ്പിളായിട്ടൊന്ന് വറ്റിക്കുകയാണ്. നമ്മൾ അരി അടപ്പ ഇട്ടിട്ടുണ്ട്. അമ്മ കുഴക്കട്ടയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ചാള വറ്റിച്ചതുണ്ടാക്കുന്നു. ചാള നല്ല പെരക്കി വെക്കുന്നത് കാശ്മീരി ചില്ലിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ഇരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി 2 സ്പൂൺ സാദാ മുളക് പൊടി 2 സ്പൂൺ ഇത്ര ഇടത്തോടെ. മഞ്ഞൾപ്പൊടി ഇടത്തില്ല കേട്ടോ. ഇത്ര ഇട്ടിട്ട് നമ്മൾ ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കും. വളരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഉള്ളി, പച്ചമുളക്, തക്കാളി ഒന്നും ചേർക്കുന്നില്ല. 2 കുടംപുളി കീറിയതും കുറച്ച് വെള്ളവും മാത്രമേ ഒഴിക്കത്തുള്ളൂ. ഈ മുളക് വറ്റിച്ചതിന്, ചാള വറ്റിച്ചതിന് നല്ല ടേസ്റ്റായി പോകുന്നത്. വേറെ ഒന്നും ചേർക്കരുത്. കണ്ട, ഇത് മാത്രമേ ചേർക്കത്തുള്ളൂ. ഇനി ഇത് പിടിക്കുന്ന ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഈ ചാള വറ്റിച്ചതാണ് ഇത് അമ്മയുടെ കറി. പിന്നെ രസം നമ്മൾ അന്ന് വെച്ച രസം ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇത് തിളക്കട്ടെ. ഇത് തിളച്ചിട്ട് നമ്മൾ മീനിട്ട് കൊടുക്കാം. നമ്മൾ മീൻ കറിക്കുള്ളതാണ്ട് അരപ്പൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. ചാള വറ്റി ചാള. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചാളകളും എടുത്തത് ഇങ്ങനെ ലെവലാക്കി ഇട്ട് കൊടുക്കണം. കണ്ട, ഇത് കപ്പ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. പുഴുങ്ങിയ കപ്പയായിട്ട് കഴിക്കണം. ചോറ്റിനും അടിപൊളിയാണ്. അരപ്പ് കാണത്തില്ല കേട്ടോ, വറ്റിച്ചാണ് കഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി എടുത്തത്. ഇതിനകത്താകുമ്പം കറക്റ്റായിട്ട് ആ മീൻ ഇത്രയും കൊള്ളും. കണ്ട, നമുക്കിതിൻ്റെ അരപ്പൊക്കെ ഇങ്ങനെ കാട്ടി കൊടുക്കണം. ഇനി ഇതിന് വറ്റതിന് ശേഷം അമ്മ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അന്ന് മേടിച്ചിട്ടുള്ള കായില്ലായിരുന്നു പഴുപ്പിക്കാൻ പറ്റുക. അത് പഴുത്തില്ലായിരുന്നു. അതിൽ നമ്മൾ 3 ഏത്തക്ക എടുത്തിട്ട് കാരണം നമുക്ക് തോരൻ വെക്കാം. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ടേ നമുക്ക് ഇച്ചിരി തോരൻ വെക്കാം. നല്ല ടേസ്റ്റാണ് ഏത്തക്ക തോരൻ വെച്ചാൽ. വിഴുക്കുവരട്ടാനും നല്ലതാണ്. വിഴുക്കുവരട്ടാൻ പച്ചമുളകും വേണം. പച്ചമുളകും ഇവിടെ കുറവ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചത് തോരൻ വെക്കാം. അമ്മ തോരൻ വെക്കാൻ നേരത്ത് കാണിച്ചു തരേ. അപ്പോൾ നമ്മൾ തോരനുള്ള തേങ്ങ തരുക. കണ്ട, അപ്പോൾ പച്ചക്കായ അടക്ക വെച്ചിട്ടുണ്ടേ. അതെ, പച്ചക്കായ ഉപ്പും വെള്ളവും ഒരു സ്വല്പം വെള്ളവും ഒഴിച്ചിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്നതിനാണ് നമുക്ക് തേങ്ങ തിന്നെടുക്കാം. അപ്പം മീൻ തന്നെ നമ്മൾ വറുക്കായിട്ടുണ്ട്. അതിനോട് ഒരു അയല കഷ്ണം തന്നായിരുന്നു ആ ചാളയുടെ കൂടെ. അപ്പോൾ അതമ്മ വറുക്കായിട്ടുണ്ട്. ഇച്ചിരി തേങ്ങ ചേർക്കുന്നുള്ളൂ. അപ്പം തേങ്ങയും ഒരു ചതച്ചമ്മ അതിനകത്ത് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തോരനുള്ള എല്ലാം നല്ല ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏത്തക്ക വേവിട്ടിട്ടുണ്ട്, നല്ലോണം വേവിട്ട്. അപ്പോഴത്തേനും അമ്മ കാപ്പി കുടിച്ചട്ടെ. പിന്നെ അമ്മ കുഴക്കട്ടയാണ് ഉണ്ടാക്കിയതുകൊണ്ട് തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അരിയുടെ കുഴക്കട്ട. അപ്പം അമ്മക്ക് കഴിച്ചു നോക്കാം. നല്ല രുചിയുണ്ട്. അപ്പം അമ്മ കുഴക്കട്ട അവിടെ പോയി സമാധാനത്തിൽ കഴിക്കട്ടെ. അപ്പോഴേ അമ്മ താൻ്റെ പച്ചക്കാത്തോരനൊക്കെ വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മീനും വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ എല്ലാം വെച്ച് തീർന്ന് ഇനി അമ്മ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അമ്മ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം. മാരനാണ് വരുന്നതെങ്കിൽ അതൊരപ്പത്തിരി നൽകണം. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിത്തിരി എഴുതേണം. കാപ്പു വേണം, കാട്ടട വേണം,
വയസ്സനാണ് വരുന്നതെങ്കിൽ അയലയും ചോറും നൽകേണം. ഇടക്കിടയ്ക്ക് വെറ്റില തിന്ന ഇടിച്ചിടിച്ച് കൊടുക്കണം. കദളി വാഴ കയ്യിലിരുന്നു കാക്കയിന്ന് വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. മക്കളെ, അപ്പോഴേ അമ്മയ്ക്ക് ഇച്ചിരി ചോറുണ്ണാൻ പറ്റിയില്ല. ഒരു 11 മണിയായിട്ട് അത്യാവശ്യമായിട്ട് എനിക്ക് കൊല്ലത്തൊരു ഫോണായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് കുറച്ച് താമസിച്ചു. ഇപ്പോഴാണ് അമ്മ വന്നത് കേട്ടോ. ഒരു 7:30 ആയപ്പോഴാണ് അമ്മ വന്ന് നാട്ടെ കുളിച്ചിട്ട് ഇപ്പം അമ്മ ആഹാരം കഴിക്കാൻ പോവാണ്. അമ്മ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്നേ. കൊല്ലത്തുനിന്ന് പുള്ളിക്കട മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് 3 എണ്ണം 100 രൂപ. നല്ല മധുരമുള്ള നല്ല സൂപ്പർ പൈനാപ്പിൾ, നല്ല മധുരം, അടിപൊളി വരാം. അതുകൊണ്ട് അത് അപ്പം നല്ല മധുരം. അമ്മയ്ക്ക് വിശക്കുന്ന അമ്മ ചോറിടാൻ പോവാണ്. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. അമ്മ ചോറ് വിളമ്പുവാട്ടോ. നമുക്ക് ചോറ് വിളമ്പാം. കണ്ട ചോറ് വിളമ്പി നമ്മൾ കറിയില്ലേ, നമ്മുടെ ചാളക്കറി, സൂപ്പർ ചാളയായിരുന്നേ. അടിപൊളി ചാളക്കറിയായിരുന്നു കേട്ടോ. നമ്മൾ ആ ചാളക്കറി കുറച്ചെടുത്ത് രസം എടുക്കുന്നില്ല. പിന്നെ നമ്മൾ വെച്ച കാത്തോരനില്ലേ, നല്ല ഏത്തക്ക തോരനായിരുന്നേ. അത് നമുക്ക് ഇച്ചിരി തോരനെടുക്കാം. അതെ, ചോറ്, ചാളക്കറി, കാത്തോരൻ, പിന്നെ ഇതാ പൈനാപ്പിൾ. അപ്പം അമ്മ ഇത് കഴിച്ചിട്ട് വരട്ടെ. അപ്പോഴേ അമ്മ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് താണ്ടേ നമ്മൾ കൂടി വെച്ചിരുന്ന പൈനാപ്പിളില്ലേ, അപ്പം അമ്മ ഇത് കഴിക്കുകയാണ്. അപ്പം അമ്മ ഇത് കഴിച്ചിട്ട് കിടക്കുകയാണ്. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.